എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛന് 3 വട്ടം ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. ഞങ്ങൾക്ക് ആശുപത്രിയിൽ കുറെ പൈസ അടയ്ക്കാണ്ട്. എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. എല്ലാ ചേച്ചിമാരോടും ചേട്ടന്മാരോടും ഞാൻ കാല് പിടിച്ച് പറയാണ്, എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എല്ലാവരും എന്നെ സഹായിക്കണം. എൻ്റെ ഭർത്താവാണ്. ലിവർ മാറ്റിവെക്കൽ കഴിഞ്ഞതാണ് 2 മാസം മുന്നേ. ഇപ്പോൾ 2 പ്രാവശ്യം ഇപ്പോൾ ഓപ്പൺ സർജറി ചെയ്യേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ 5 ലക്ഷം രൂപയോളം കൊടുക്കാനുണ്ട്. മുന്നോട്ടുള്ള ചെലവിനാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവിടെ 3.5 മാസമായിട്ട് ഞങ്ങൾ വാടക കൊടുത്തിട്ടില്ല. ഇനി മുകളിലുള്ള കഴുത്തിട്ടും എല്ലാം പറ്റും. ഞങ്ങളുടെ ഇനി ഒന്നുമില്ല. എല്ലാവരും ഞങ്ങളെ ഒരിക്കലും സഹായിക്കണം. ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങളിങ്ങനെ കൈ നീട്ടുന്ന എല്ലാവരും മുന്നിൽ ആരും തട്ടിമാറ്റി പോരും. എന്റെ മോളാലോചിച്ചെങ്കിലും ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തോണ്ട് സർജറി കഴിഞ്ഞിട്ട് 3 മാസമായി. വീണ്ടും ഇപ്പോൾ 2 പ്രാവശ്യം കൂടി ഓപ്പൺ സർജറി ചെയ്തു. ഹോസ്പിറ്റലിൽ തന്നെ അത്യാവശ്യം പൈസ കൊടുക്കാറുണ്ട്. പിന്നെ പുറമേയും കടങ്ങളുണ്ട്. വാടക കൊടുത്തിട്ടില്ല. ആളുള്ള കുട്ടിയാണെങ്കിൽ വിൽക്കാനോ ഒന്നുമില്ല. അതിന് മോളുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് പരമാവധി എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അതിലൊരു പ്രാവശ്യം കൂടി എല്ലാവരും ഒന്നുകൂടി സഹായിക്കും. പ്ലീസ് ദയവ് ചെയ്ത് എല്ലാവരും കൂടി സഹായിക്കും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരം. ഷഹീൻ കെ മൊയ്തീനാണ്. നിങ്ങളായിട്ട് ദാനം നൽകിയ ജീവനാണ് ഈ കിടക്കുന്ന സതീഷിന്റെ. 2 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നൽകിയ സാമ്പത്തിക സഹായം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കരൾ മാറ്റുകൽ സർജറി ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നടന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ രേഷ്മയാണ് അന്ന് അദ്ദേഹത്തിന് കരൾ പകത്ത് നൽകിയത്. പക്ഷെ അതിനുശേഷം 2 പ്രാവശ്യം ഇൻഫെക്ഷനായി. ആ 2 പ്രാവശ്യവും ഓപ്പൺ സർജറിയൊക്കെ വേണ്ടി വന്നു. ഒരുപാട് നാളത്തെ ഐസിയു വാസത്തിന് ശേഷവും ഇദ്ദേഹത്തിന്റെ ജീവൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മുമ്പിൽ ഇപ്പൊ കിടക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രതീക്ഷിച്ച അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയതുകൊണ്ട് തന്നെ 50 ലക്ഷത്തോളം രൂപ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ ബില്ലായിട്ടുണ്ട്. ഇനിയും 5 ലക്ഷത്തോളം രൂപ ഹോസ്പിറ്റൽ ബില്ലടക്കാനുണ്ട്. ഒരു നിവൃത്തിയും ഇനിയും തുടർ ചികിത്സകളൊക്കെ സതീഷിന് ആവശ്യമുണ്ട്. എല്ലാവർക്കും അറിയാം, കരൾ മാറ്റുവെക്കൽ രോഗിക്ക് ആജീവനാന്തം ട്രീറ്റ്മെന്റും മെഡിസിനും ആവശ്യമാണ്. ഇനി 1 രൂപ ഈ കുടുംബത്തിന്റെ കയ്യിൽ എടുക്കാനില്ല. ഒരുപാട് കടങ്ങൾ ഇപ്പൊ തന്നെ ഈ കുടുംബത്തിന്റെ മുകളിൽ ബാക്കിയായിട്ട് ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. നമ്മള് ഒരിക്കൽ കൂടി ഒരു 10 ലക്ഷം രൂപ സഹായിച്ചാൽ ഇത് ഈ കുടുംബത്തിന് വലിയൊരു ആശ്വാസമാകുന്നു. നമ്മള് നന്ദനമോളുടെ വാക്കുകൾ എല്ലാവരും കേട്ടതാണ്. അവൾക്ക് ആകെയുള്ളത് അവളുടെ പ്രിയപ്പെട്ട അച്ഛൻ മാത്രമാണ്. ഈ മോൾക്ക് അവളുടെ അച്ഛനെ നമുക്ക് എല്ലാവർക്കും കൂടി തിരികെ നൽകണം. തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്തുള്ള ചൂണ്ടൽ പഞ്ചായത്തിലാണ് കുടുംബം താമസിക്കുന്നത്. അവിടെ നല്ലവരായ നാട്ടുകാരെല്ലാവരും ചേർന്നിട്ട് ആണ് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. അവിടുത്തെ പള്ളിയും മുസ്ലിം ജമാഅത്തും അമ്പല കമ്മിറ്റിയൊക്കെ തോളോട് ചേർന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളൊക്കെ എല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. പക്ഷെ അവരെ കൊണ്ട് കഴിയാവുന്നതിന്റെ മാക്സിമം അവർ സഹായിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളാണ് സഹായിക്കേണ്ടത്. എല്ലാവരും കഴിയാവുന്ന നിങ്ങളുടെ കയ്യിലുള്ളത് 10 രൂപയാണെങ്കിൽ 10 രൂപ കൊടുത്തിട്ട് സഹായിക്കണം.